ലോകാഭിരാമ ജയ. ഇനി നമ്മൾ അയോധ്യാകാന്ഡം തുടങ്ങുകയാണ്. എങ്കിലോ രാജാ ദശരഥനേകഥ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതിപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിത് ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയോ വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടിലയോ. വന്നീല മാതുലനെ കൺമതിനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു. മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പർക്കയില്ലിനി ഒന്നു കൊണ്ടുന്നത് നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. സന്തുഷ്ടനായിരിക്കുന്ന ദശരഥ മഹാരാജാവ് വസിഷ്ഠ ഗുരുവിനെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുകയാണ്, ജനങ്ങളും ഈ അമാത്യന്മാരുമൊക്കെ രാമന്റെ ഗുണഗണങ്ങളെ കണക്കറ്റ് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ വാർദ്ധക്യം പ്രാപിച്ചു വരികയാണ്. അതുകൊണ്ട് മക്കളിൽ മൂത്തവനായ രാമനെ ഈ രാജ്യഭാരം ഏൽപ്പിക്കണം, അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങയുടെ അഭിപ്രായം എന്താണ്? വസിഷ്ഠ ഗുരു പറയാണ്, രാമനെ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അമ്മാവനെ കാണാൻ പോയ ഭരതശത്രുഘ്നന്മാരൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ അടുത്ത ദിവസം പൂയ നക്ഷത്രമാണ്. ഭരതശത്രുഘ്നന്മാർ തിരിച്ചു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കണമെന്നില്ല. അപ്പൊ അതിനു മുൻപ് അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കാം. അങ്ങനെ രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുക കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിടുവാൻ നാം അവരാരും മറ്റില്ല നിരൂപിച്ച ചെന്നുടൻ മന്ധര തന്നുട നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ട് തന്നെ
പറയിച്ചുകൊണ്ടു മുടക്കേണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാൻ മടിക്കരുതെന്ന അമരന്മാർ പറഞ്ഞോരനന്തരോ വാണിയോ മന്ധരതൻ വദനാന്തരേ വാണിടിനാൾ. ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാകുബ്ജയും മാനസെ കൽപ്പിച്ചുറച്ചുടൻ പ്രസാദം നേറിനാൾ. വേഗേന ചെന്നോരു മന്ധരയെ കണ്ടു കൈകേയിതാനും അവളോട് ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലൂ, നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. ദേവമാരെല്ലാം സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ലോകമാതാവെ, വേഗം അയോധ്യയിലേക്ക് പുറപ്പെട്ടാലും രാമാഭിഷേകത്തിന് തടസ്സം ഉണ്ടാക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. അവിടെ ചെന്ന് മന്ധരയുടെ നാവിൽ പ്രവേശിച്ചിട്ട് അവളെ കൊണ്ട് കൈകേയിയോട് പറയിച്ച് രാമന്റെ അഭിഷേകം മുടക്കി ഇങ്ങോട്ട് വരണം. ഇങ്ങനെ ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് വാണിദേവി ദേവകാര്യാർത്ഥം മന്ധരയുടെ മുഖത്ത് പ്രവേശിച്ചു. അപ്പോൾ മന്ധര ഉറച്ച മനസ്സോടെ കൈകേയിയുടെ അടുത്ത് വന്നിട്ട് തിരക്കിട്ട് വന്ന മന്ധരയെ കണ്ടിട്ട് കൈകേയി ചോദിച്ചു, ഇവിടെ എന്താണ് ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ ഈ അലങ്കരിച്ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കൈകേയി അവളോട് ചോദിക്കണം മന്ധരയോട്. അപ്പം മന്ധര പറയാണ്, ചെന്താമരാക്ഷനായ രാമന് നാളെ അഭിഷേകമാണ്. മൂഢയായ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? വലിയ ആപത്ത് അടുത്തെത്തിരിക്കുകയാണ്. നിനക്ക് ബന്ധുവായിട്ട് ആരുമില്ല. മന്ധര ഇപ്രകാരം പറഞ്ഞത് കേട്ട് കൈകേയി പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖമുണ്ടാകുവാൻ പോകുന്നെന്ന് നീ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ കാണുന്നില്ല എന്ന് കൈകേയി പറയാ. എനിക്ക് രാമനോളം പ്രിയമുള്ളവരായിട്ട് ആരും തന്നെയില്ല. ഭരതനേക്കാൾ, എൻ്റെ മകനായ ഭരതനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് രാമനെയാണ്. രാമനും കൗസല്യേക്കാൾ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. കൈകേയപുത്രിയുടെ വാക്കുകൾ കേട്ട് ആകുല ചെത്തിയായിട്ട് മന്ധര പറയാണ്, എൻ്റെ ഭയത്തിന്റെ കാര്യം നീ കേട്ടാലും മഹാരാജാവ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. നിന്റെ പുത്രനായ ഭരതനെയും അവന്റെ പ്രിയനായ ശത്രുഘ്നെയും രാജാവ് അമ്മാവന്റെ അടുത്തോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരെ രണ്ടുപേരെ അങ്ങോട്ട് അയച്ചത്. രാമനെ രാജാവാക്കിയാൽ രാജ്യം അനുഭവിക്കാൻ കിട്ടുന്നത് ലക്ഷ്മണനാണ്. ഭാഗ്യം സുമിത്രയെ കടാക്ഷിക്കും. അപ്പോൾ നിർഭാഗ്യയായ നീ കൗസല്യയെ പരിചരിച്ച് ഇവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങള് മന്ധര കൈകേയിയെ അറിയിക്കുകയാണ്. ഭരതനും കൗസല്യപുത്രനെ തന്നെയാണ് സേവിക്കേണ്ടി വരുന്നത്. രാജപദവി ഭരതൻ ഒരിക്കലും ലഭിക്കുകയില്ല. ഇങ്ങനെയൊക്കെ മന്ധര ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് കൈകേയിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ കൂരമ്പുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ ഉത്സാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു വലിയ കാര്യം സാധിക്കാൻ സാധിക്കും. എന്താണെന്ന് അറിയാമോ? ഈ രാജശാസ്ത്രം അനുസരിച്ച് ശ്രീരാമനെ 14 വർഷം കാട്ടിലയക്കണം. അങ്ങനെ ആയാൽ ഈ നാട് മുഴുവൻ ഭരതന്റെ വരുതിയിൽ വരും. അപ്പോ ഭരതൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് വർദ്ധിച്ച കീർത്തിയോടെ നിനക്ക് രാജ്ഞിയായിട്ട് ഇവിടെ തുടരാം. അപ്പൊ പ്രാണന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന നിന്നോട് ഞാൻ ഈ പറയുന്നത് നീ കേൾക്കണം. മന്ധര പറഞ്ഞു കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇതിനൊരു സൂത്രം കൂടി ഞാൻ പറഞ്ഞു തരാം. പണ്ട് ദേവാസുര യുദ്ധത്തില് സുഹൃത്തായ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം രാജാവ് സൈന്യസമേതനായി യുദ്ധം നയിക്കുമ്പോൾ ആ യുദ്ധത്തിനിടയില് തേരിന്റെ ആണി പൊട്ടിപ്പോയത് രാജാവ് അറിഞ്ഞില്ല. പക്ഷേ ഭർത്താവ് യുദ്ധത്തിൽ തോൽക്കാനും അല്ലെങ്കിൽ പ്രാണൻ നഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാത്ത കൈകേയി എന്ത് ചെയ്തു? സ്വന്തം കൈത്തണ്ട ആ അച്ചുതണ്ടിന് പകരം വെച്ച് യുദ്ധം കഴിയുന്നതുവരെയും ഭർത്താവിനെ സഹായിച്ചു. അങ്ങനെ ഒരു കാര്യം ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. യുദ്ധം അവസാനിച്ച സമയത്ത് നിന്റെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ ദശരഥൻ നിന്നെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? എന്നെ നീ രക്ഷിച്ചതിന് നിനക്ക് ഞാൻ 2 വരം തരാം. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് നീ എന്താ പറഞ്ഞത്? എനിക്കിപ്പോ വരം വേണ്ട, അത് ഞാൻ സമയമാകുമ്പോൾ ചോദിച്ചു കൊള്ളാം. ആ വരങ്ങൾ 2ഉം ഇപ്പോൾ ചോദിക്കേണ്ട അവസരമാണ്. ഈശ്വരാജ്ഞ കൊണ്ട് ഇപ്പോഴാണ് അതിന് അവസരം വന്നിരിക്കുന്നത്. ആഭരണങ്ങൾ ഉപേക്ഷിച്ച് സുന്ദരമായ മുടിക്കെട്ട് അഴിച്ചിട്ട് ശരീരത്തിൽ പൊടിയെല്ലാം വാരി അണിഞ്ഞിട്ട് മുഷിഞ്ഞ വസ്ത്രത്തോടെ മുഖവും മുലകളും കണ്ണീരിൽ കുതിർത്ത്
കരഞ്ഞുകൊണ്ട് നീ ആ കോപാകുലയായിട്ട് നീ അവിടെ പ്രവേശിച്ചിട്ട് രാജാവിനോട് 2 വരങ്ങൾ നീ ഇപ്പോൾ ആവശ്യപ്പെടണം. വരം കിട്ടുന്നത് വരെ നിന്റെ മനസ്സ് ചഞ്ചലപ്പെടരുത്. ഇങ്ങനെ മന്ദര പറഞ്ഞതെല്ലാം കൈകേയി കേട്ടു. മന്ദരയോട് പറയണം, എന്നിട്ട് രാമൻ കാട്ടിൽ പോകുന്നത് വരെ ഞാൻ ഈ കട്ടിലിൽ ഈ കിടപ്പ് കിടക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രാണൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞ് മന്ദര യാത്രയായി. മന്ദര പറഞ്ഞ പ്രകാരം തന്നെ കൈകേയി പറഞ്ഞപ്പോഴേക്കും രാജാവ് മോഹാലസ്യപ്പെട്ട് തറയിൽ വീണു. ശ്രീരാമ പട്ടാഭിഷേകത്തെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ മനസ്സിലാക്കാവുന്നതാണ്.